വണ്ടി ഇവിടെ നിൽക്കട്ടെ, ഞാൻ രണ്ടിലൊന്ന് ഇറങ്ങിട്ട് വരാം. ഓ ഒടിഞ്ഞ കണ്ണാടി. ആരാ എങ്ങോട്ടാ? ഇതാണ് ആ ചരക്കല്ലേ? എന്താ പറഞ്ഞ? അല്ല, ചരക്കെടുക്കാൻ പോവാനുള്ളതാണ്. എനിക്ക് NTR-നോട് കാണണം. മനസ്സിലായില്ല. നമ്മൾ പരിചയപ്പെട്ടിട്ടില്ല, അതുകൊണ്ടാ മനസ്സിലാകാത്തത്. ഞാൻ പൗർണമിയുടെ അച്ഛനാണ്, പരമാനന്ദൻ നായർ. നമസ്കാരം. പറഞ്ഞറിവേ ഉള്ളൂ, ഇത്ര ചെറുപ്പമാണെന്ന് അറിഞ്ഞില്ല. അകത്തേക്ക് ഇരിക്കാലോ. ആ ഇരിക്കണം. ഇരുന്നുറച്ച് സംസാരിക്കാൻ തന്നെയാ വന്നത്. അല്ല, ഇതാരാ? വരുന്ന വിവരത്തിന് ഒന്ന് ഫോൺ ചെയ്ത് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ കാർ അയക്കുമായിരുന്നല്ലോ. പാറു, രമണന്റെ അമ്മായച്ചനൊരു ചായ എടുക്ക്. ചായ തന്നെയല്ലേ കഴിക്കാറ്? പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? കച്ചവടമൊക്കെ എങ്ങനെ പോണു? കച്ചവടത്തിന്റെ കണക്കൊക്കെ മുടങ്ങാതെ സെയിൽസ് ടാക്സ് അറിയിക്കുന്നുണ്ട്. അത് വേണല്ലോ. എന്നാലും ഒരാണ്ടിൽ എത്ര രൂപ ടാക്സ് കൊടുക്കുന്നുണ്ട്? ടാക്സിന്റെയും ടാക്സിയുടെയും കണക്ക് ബോധിപ്പിക്കാനല്ലേ ഞാൻ വന്നത്. പരമാനന്ദൻ നായർ ചൂടിലാണല്ലോ. അതെ, ചൂടിലാണ്. അത് ചിലപ്പോ ഈ ഡ്രസ് ഇട്ടാവും. ഇത് എവിടെ തയ്ച്ചത്? എവിടെയാ തയ്ക്കട്ടെ? എനിക്ക് ചിലത് അറിയാനുണ്ട്. നായർക്ക് എന്താ അറിയണ്ടേ? ഭാഗം ചോദിച്ചപ്പോ കോണാൻ പൊക്കി കാണിച്ച് പിള്ളേരെ അവമാനിച്ചെന്ന് കേട്ടല്ലോ. അത് അവമാനിച്ചതല്ലോ, പിന്നെ സ്നേഹിച്ചതാ. സ്നേഹം കൊണ്ടാ. അവർക്ക് അവകാശപ്പെട്ടത് നമ്മൾ കൊടുക്കണ്ടേ? എന്റെ നാക്കി ഉറഞ്ഞു വരുന്നു. അപ്പൊ ചൊറിഞ്ഞിട്ട് സംസാരിച്ചാ മതി. എനിക്ക് ധൃതിയില്ലേ, നായർക്ക് ധൃതിയുണ്ടാ? വിളയരുത്. മര്യാദയ്ക്ക് അവർക്ക് കൊടുക്കാനുള്ള കൊടുത്തില്ലെങ്കിൽ എന്റെ സ്വഭാവം മാറും. ആദ്യം താൻ തന്റെ മോൾക്ക് കൊടുക്കാനുള്ളത് കൊടുക്ക്. എന്റെ തുണിക്കട ഞാൻ അന്നേ അവിടെ പേർക്ക് എഴുതി വെച്ചതല്ലേ. താൻ തന്റെ മോൾക്ക് ജെട്ടിയും മേനും കൊടുത്തു, ഞാൻ കോണവും കൊടുത്തു. എന്റെ